വാർത്തയിലേക്ക് വിശദമായി. തുഷാർ വെള്ളാപ്പള്ളി തൃശൂരിലെ NDA സ്ഥാനാർത്ഥിയാകും. വയനാട്ടിൽ പൈലി വാദിയാട് BDJS-നായി മത്സരിക്കും. SNDP യോഗം വൈസ് പ്രസിഡന്റ് സ്ഥാനം തുഷാർ രാജിവെക്കില്ല. അച്ഛൻ എന്ന നിലയിൽ വെള്ളാപ്പള്ളി നടേശന്റെ അനുഗ്രഹത്തോടെയാണ് മത്സരിക്കാൻ പോകുന്നതെന്നും തുഷാർ പറഞ്ഞു. തൃശ്ശൂർ ഞാൻ മത്സരിക്കും. അവിടെ വേറെ അവിടെ എന്നെ പറയുന്ന വയനാട്ടിൽ ആരെങ്കിലും ഇപ്പോൾ രാജീവ് വന്നാൽ ചിലപ്പോൾ സ്ഥാനാർത്ഥി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാം. തൃശ്ശൂരിൽ ഏതായാലും വളരെ ശക്തമായിട്ടുള്ള മത്സരത്തിന് ഞാൻ രംഗത്തുണ്ട്. തൃശ്ശൂരിൽ നല്ല രീതിയിൽ ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയുന്ന സ്ഥലമാണ്. അവിടെ ഞങ്ങൾ ജയിക്കുകയും ചെയ്യും. ഞാൻ രാജിവെക്കുമെന്നോ രാജിവെക്കില്ലെന്നോ പറഞ്ഞിട്ടില്ല. ഈ പറയുന്ന കാര്യം, ഈ രാജിയുടെ കാര്യം തന്നെ പറഞ്ഞത് ജനറൽ സെക്രട്ടറിയാണ്. അതുകൊണ്ട് ദയവായി നിങ്ങൾ ഈ കാര്യം ചോദിക്കേണ്ടത് ജനറൽ സെക്രട്ടറിയുടെ അടുത്താണ്, എൻ്റെ അടുത്തല്ല. തുഷാർ വെള്ളാപ്പള്ളി തൃശൂരിലെ NDA സ്ഥാനാർത്ഥിയാകും. വയനാട്ടിൽ പൈലി വാദിയാട് BDJS-നായി മത്സരിക്കും. അല്പസമയം മുൻപാണ് താൻ മത്സരിക്കുന്ന കാര്യം തുഷാർ വെള്ളാപ്പള്ളി ഇതിനെ നേരിട്ട് പ്രഖ്യാപിച്ചത്. അതേസമയം SNDP യോഗം വൈസ് പ്രസിഡന്റ് സ്ഥാനം തുഷാർ വെള്ളാപ്പള്ളി രാജിവെക്കില്ല എന്നാണ് സൂചനകൾ. അച്ഛനെന്ന നിലയിൽ വെള്ളാപ്പള്ളി നടേശന്റെ അനുഗ്രഹത്തോടെയാണ് മത്സരിക്കാൻ പോകുന്നതെന്നും തുഷാർ പറഞ്ഞു. വിശദാംശങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് VV വിനോദ് ചേരുകയാണ്. വിനോദ്, വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച ശേഷം തുഷാറിന് മത്സരിക്കാമെന്ന് പലതവണ പലകുറി വെള്ളാപ്പള്ളി നടേശൻ ആവർത്തിച്ചു പറഞ്ഞതാണ്. പക്ഷേ ഇന്നിപ്പോൾ വാർത്താ സമ്മേളനത്തിന് ശേഷം അദ്ദേഹം തന്നെ വ്യക്തമാക്കുന്നുണ്ട്, രാജിവെക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകില്ല, പക്ഷേ അച്ഛന്റെ അനുഗ്രഹത്തോടു കൂടിയാണ് മത്സരിക്കുക എന്നും. എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു സ്ഥാനാർത്ഥിത്വത്തെ കാണേണ്ടത്? വരും ദിവസങ്ങളിൽ അദ്ദേഹം വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാൻ തന്നെയാകുമോ സാധ്യത? ദിവ്യ, SNDP യോഗം വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാതെയാകും തുഷാർ വെള്ളാപ്പള്ളി തൃശൂരിൽ മത്സരിക്കുക. ഇക്കാര്യം രാവിലെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. തുഷാർ വെള്ളാപ്പള്ളി SNDP യോഗം വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കില്ല. ഇക്കാര്യം നേരത്തെ വെള്ളാപ്പള്ളി നടേശൻ ആവശ്യപ്പെട്ടിരുന്നതാണ്. ഇത്തരമൊരു നിലപാടാണ് അദ്ദേഹം കൈക്കൊണ്ടിരുന്നത്. പക്ഷേ SNDP യോഗത്തിന് പുറത്തുപോയി തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുന്നത് ഗുണകരമാകില്ല എന്ന പൊതുവികാരമാണ് SNDP യോഗത്തിലെ മറ്റ് നേതാക്കൾ ഉന്നയിച്ചത്. അതുകൊണ്ട് തന്നെ SNDP യോഗത്തിന്റെ പിന്തുണയോടുകൂടി തുഷാർ മത്സരിക്കണം. ഇത് BJP കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ ഭാവിയിൽ BDJS-ന് ഒരു വിലപേശൽ ശക്തിയായി മാറുന്നതായിരിക്കും തൃശ്ശൂരിലെ വോട്ട് നില. അതുകൊണ്ട് തന്നെ വോട്ട് ഷെയർ പരമാവധി സമാഹരിക്കുക. വിജയസാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലം തൃശ്ശൂരാണ്. BJP-ക്കും കാര്യമായ വേരോട്ടമുണ്ട്. BDJS-നും ശക്തമായ സാന്നിധ്യമുള്ള മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ തൃശ്ശൂരിൽ മത്സരിപ്പിക്കണം. പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ ഈ നിലപാടിൽ തന്നെയാണ് നേരത്തെയും ഉറച്ചു നിന്നത്. ഈ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം LDF-മായി വെള്ളാപ്പള്ളി നടേശൻ വെച്ചു പുലർത്തുന്ന അടുപ്പം. ഈ സമീപകാലത്ത് അദ്ദേഹം CPM-ന്റെ പരിപാടികളിൽ പങ്കെടുക്കുന്നു. നവോത്ഥാനം അതിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പങ്കെടുത്തിരുന്നു. അത്തരത്തിൽ അദ്ദേഹം CPM-ഉം LDF-ഉമായി അടുത്തു നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മകൻ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. അപ്പോൾ അദ്ദേഹം ഒരു പ്രതിസന്ധിയിലേക്ക് പോവുകയായിരുന്നു. ആ പ്രതിസന്ധി തന്നെയാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കണമെന്ന നിലപാടിലേക്ക് വെള്ളാപ്പള്ളി നടേശനെ എത്തിച്ചതും. ഏതായാലും തുഷാർ വെള്ളാപ്പള്ളി ഇപ്പോൾ അസന്നിഗ്ധമായി പറഞ്ഞിരിക്കുന്നു, താൻ രാജിവെക്കില്ല. ഇക്കാര്യം വെള്ളാപ്പള്ളി നടേശനോട് തന്നെ ചോദിക്കണം. ഏതായാലും അച്ഛന്റെ അനുഗ്രഹത്തോട് തന്നെയാണ് തന്റെ സ്ഥാനാർത്ഥിത്വം. മറ്റന്നാൾ മുതൽ പ്രചരണം തുടങ്ങുമെന്നും തുഷാർ വെള്ളാപ്പള്ളി വ്യക്തമാക്കി. വിനോദ്, ഉറച്ചു പറയുകയാണ് തുഷാർ വെള്ളാപ്പള്ളി താൻ രാജിവെക്കുന്ന കാര്യം അത്തരത്തിലേക്ക് പോകില്ല എന്ന്. പക്ഷേ പലതവണ രാജിവെക്കണമെന്ന് വെള്ളാപ്പള്ളി നടേശനും ആവർത്തിച്ചു പറയുന്നു. ഇപ്പോൾ പ്രഖ്യാപനമുണ്ടായ ശേഷം ഏത് രീതിയിലായിരിക്കും ഇനി ഇക്കാര്യത്തിൽ വെള്ളാപ്പള്ളി നടേശന്റെ ഒരു നിലപാട് വരിക? ഇന്ന് രാവിലെ അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർത്തിയ ആ നിലപാടിന്റെ അത്ര കടുപ്പമുള്ളതായിരുന്നില്ല. കാരണം തുഷാർ വെള്ളാപ്പള്ളി രാജിവെക്കണമോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അക്കാര്യം ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടതില്ല, രാജിക്കാര്യം ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല, സ്ഥാനാർത്ഥിത്വം വരട്ടെ, നാമനിർദ്ദേശ പത്രിക നൽകട്ടെ, അപ്പോൾ നമുക്ക് ഇതേക്കുറിച്ച് സംസാരിക്കാം എന്ന നിലപാടിലേക്ക് വെള്ളാപ്പള്ളി നടേശൻ മയപ്പെട്ടിരുന്നു. ഇനി അറിയേണ്ടത് അദ്ദേഹത്തിന്റെ നിലപാടും അദ്ദേഹത്തിന്റെ പ്രതികരണവുമാണ്. വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ കൊല്ലത്തേക്ക് പോയിട്ടുണ്ട്. കൊല്ലത്ത് അദ്ദേഹം മറ്റു ചില പരിപാടികളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി അവിടേക്ക് പോയിട്ടുണ്ട്. മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തിൽ നിന്ന് അഭിപ്രായം തേടുക തന്നെ ചെയ്യും. കാരണം ഇക്കാര്യത്തിൽ അദ്ദേഹം ഇതുവരെ എടുത്ത നിലപാട് തുഷാർ വെള്ളാപ്പള്ളി SNDP യോഗം വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് മത്സരിക്കണമെന്നതായിരുന്നു. ആ നിലപാടിൽ ഇതുവരെ വെള്ളാപ്പള്ളി നടേശൻ മാറ്റം വരുത്തിയിട്ടില്ല. ഏതായാലും തുഷാർ വെള്ളാപ്പള്ളി വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞത് താൻ രാജിവെക്കില്ല, ഈ സ്ഥാനത്ത് തുടർന്നുകൊണ്ട് തന്നെ തൃശ്ശൂരിൽ ജനവിധി തേടും, തൃശ്ശൂരിൽ മത്സരിക്കും എന്ന കാര്യമാണ് ഇപ്പോൾ തുഷാർ വെള്ളാപ്പള്ളി വ്യക്തമാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നത് അച്ഛന്റെ അനുഗ്രഹത്തോടുകൂടി തന്നെയാണ് ഈ സ്ഥാനാർത്ഥിത്വം താൻ മത്സരിക്കാൻ പോകുന്നത്, അച്ഛന്റെ അനുമതിയോടുകൂടിയാണ്. മാത്രവുമല്ല, ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം SNDP യോഗത്തിന്റെ ജനറൽ കൗൺസിലും ഡയറക്ട് ബോർഡ് യോഗവും ആലപ്പുഴയിൽ ചേർന്നിരുന്നു. ഈ യോഗത്തിൽ വെള്ളാപ്പള്ളി നടേശനും തുഷാർ വെള്ളാപ്പള്ളിയും ഉണ്ടായിരുന്നു. ഇരുവരും ഏതാണ്ട്
7 മണിക്കൂറോളം ഒരുമിച്ചുണ്ടായിരുന്നു. ഇരുവരും യോഗത്തിൽ പങ്കെടുത്തു. അതിനുശേഷമാണ് വാർത്താ സമ്മേളനം നടത്തിയത്. ഇതിനു മുമ്പ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വെള്ളാപ്പള്ളി നടേശനും ഏതാണ്ട് SDP യോഗത്തിന്റെ നിലപാട് വ്യക്തമാക്കിയില്ലെങ്കിലും സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായ ശേഷം കാര്യങ്ങൾ വ്യക്തമാക്കുമെന്ന് പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ എല്ലാ സ്ഥാനാർത്ഥികളും മത്സരിക്കുന്നത് ജയിക്കുന്നതിന് വേണ്ടിയാണെന്നും വെള്ളാപ്പള്ളി വ്യക്തമാക്കി. അങ്ങനെയെങ്കിൽ തുഷാർ വെള്ളാപ്പള്ളി തോൽക്കും എന്ന് പറഞ്ഞ നിലപാടിൽ നിന്ന് വെള്ളാപ്പള്ളി പിറകോട്ട് പോകുന്നു. എല്ലാ സ്ഥാനാർത്ഥികളും ജയിക്കുന്നതിന് വേണ്ടിയാണ് മത്സരിക്കുന്നത് എന്ന ഒരു നിലപാടിലേക്ക് കൂടി ഇന്ന് വെള്ളാപ്പള്ളി മാറിയിട്ടുണ്ട്. ഏതായാലും അവശേഷിക്കുന്നത് തുഷാറിന്റെ രാജിക്കാര്യത്തിൽ തീരുമാനമാണ്. അതിലാണ് വെള്ളാപ്പള്ളിയുടെ അഭിപ്രായം ഇനി അറിയാനുള്ളത്. ദിവ്യ, വിനോദ്, ഇതോടൊപ്പം വിജയ സാധ്യത തന്നെയാണോ പ്രതീക്ഷിക്കുന്നതും തുഷാർ വെള്ളാപ്പള്ളി തൃശ്ശൂരിൽ? തീർച്ചയായും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിഴലിക്കുന്നത് വിജയപ്രതീക്ഷ തന്നെയാണ്. വിജയിക്കാൻ വേണ്ടി തന്നെയാണ് തൃശ്ശൂരിലേക്ക് പോകുന്നത്, പരാജയപ്പെടാനല്ല. പൂർണ്ണമായ ഒരു ഗ്രൗണ്ട് സപ്പോർട്ട് അവിടെ ഉണ്ട്. SNDP യോഗത്തിന്, BDJS-ന്, ഒപ്പം തന്നെ BJP-യുടെ വോട്ടുകൾ, മറ്റ് ഹൈന്ദവ വോട്ടുകൾ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഗുണകരമാണ്. അതോടൊപ്പം തന്നെ തൃശ്ശൂരിൽ തനിക്ക് വ്യക്തിപരമായ ബന്ധമുണ്ട്. വിദ്യാഭ്യാസ കാലം തൃശ്ശൂർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ വലിയ സൗഹൃദ വലയമുണ്ട്. ഇതെല്ലാം തന്നെ ഗുണകരമായി മാറും. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യവും ഗുണകരമായി മാറും. അതുകൊണ്ട് വിജയിക്കാമെന്ന ശുഭപ്രതീക്ഷയാണ് ഉള്ളതെന്നും മറ്റന്നാൾ മുതൽ പ്രചരണം തുടങ്ങുമെന്നും തുഷാർ വെള്ളാപ്പള്ളി വ്യക്തമാക്കുന്നു. ഇതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിയും അമിത്ഷായും മറ്റ് BJP കേന്ദ്ര നേതാക്കളും എല്ലാം തന്നെ കേരളത്തിൽ വരുന്നുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട നേതാക്കൾ തൃശ്ശൂരിൽ പ്രചരണത്തിലെത്തുമെന്നും തുഷാർ വെള്ളാപ്പള്ളി വ്യക്തമാക്കി. വിനോദ്, ഇതോടൊപ്പം തൃശ്ശൂരിൽ തുഷാർ വെള്ളാപ്പള്ളി എത്തുന്നതോടുകൂടി തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എത്രത്തോളം ശക്തമായ പോരാട്ടമാകും തൃശ്ശൂരിൽ കാണാൻ കഴിയുക? തൃശ്ശൂരിൽ വലിയ ഒരു മത്സരത്തിന് തന്നെയാണ് കളമൊരുങ്ങുന്നത്. കാരണം UDF-ന്റെ സ്ഥാനാർത്ഥിയായി TN പ്രതാപൻ വരുന്നു. LDF-ന്റെ സ്ഥാനാർത്ഥിയായി രാജാജി മാത്യു തോമസ്. രണ്ടുപേരും പ്രഗത്ഭരായ നേതാക്കളാണ്. ഇവിടേക്കാണ് NDAയുടെ സ്ഥാനാർത്ഥിയായി തുഷാർ വെള്ളാപ്പള്ളി എത്തുന്നത്. ഈ ഘട്ടത്തിലാണ് വലിയ മത്സരം തന്നെ തൃശ്ശൂർ മണ്ഡലത്തിൽ ഉണ്ടാകുമെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയും. ശരി, ജേക്കബ് ജോർജ് ചേരുകയാണ്, മാധ്യമ നിരീക്ഷകനാണ് അദ്ദേഹം. ശ്രീ ജേക്കബ് ജോർജ്, താൻ രാജിവെക്കാനുള്ള ഉദ്ദേശമില്ല എന്ന് തുഷാർ വെള്ളാപ്പള്ളി ആവർത്തിക്കുന്നു. അച്ഛന്റെ അനുഗ്രഹത്തോടുകൂടി തന്നെയാണ് മത്സരിക്കാൻ പോകുന്നതെന്നും തുഷാർ പറയുന്നുണ്ട്. ഇനി ഇക്കാര്യത്തിൽ വെള്ളാപ്പള്ളി നടേശൻ ഏത് രീതിയിലായിരിക്കും നിലപാട് സ്വീകരിക്കുക? അയയാൻ തന്നെയാണോ സാധ്യത? എനിക്ക് തോന്നുന്നത് വെള്ളാപ്പള്ളി നടേശന് പല നിലപാടുകളും കാണും. അതൊക്കെ സ്വന്തം സൗകര്യത്തിനും സ്വന്തം താല്പര്യത്തിനും അനുസരിച്ച് തീരുമാനങ്ങൾ മാറ്റാനും മാറ്റിമറിക്കാനും ഒക്കെ വളരെ ഫ്ലെക്സിബിലിറ്റി ഉള്ള ആളാണ് വെള്ളാപ്പള്ളി. അതുകൊണ്ട് തന്നെ പിന്നീട് സർവോപരി അച്ഛനും മകനുമാണ്. അച്ഛന്റെ ആശീർവാദത്തോടു കൂടി തന്നെയാണ് BDJS രൂപം കൊണ്ടത്. അതുകൊണ്ട് തന്നെ തുഷാർ വെള്ളാപ്പള്ളി എടുക്കുന്ന തീരുമാനങ്ങൾ ആത്യന്തികമായിട്ട് വീട്ടിൽ ആലോചിച്ചിട്ട് തന്നെയായിരിക്കണം. അതിനകത്ത് മറയൊന്നും കാണും എന്നെനിക്ക് തോന്നുന്നില്ല. പക്ഷേ എന്തൊക്കെയാണെങ്കിലും രാഷ്ട്രീയമായിട്ട് വെള്ളാപ്പള്ളി നടേശൻ പ്രത്യക്ഷമായിട്ട് തന്നെ ഇടതുമുന്നണിയെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. അത് BDJS-ന്റെ നിലപാടിന് വിരുദ്ധമാണ്. തുഷാർ വെള്ളാപ്പള്ളിയുടെ തീരുമാനത്തിന് വിരുദ്ധമാണ്. അതെങ്ങനെയൊക്കെ തിരഞ്ഞെടുപ്പിൽ വർക്ക് ചെയ്യും എന്നുള്ളത് നമുക്ക് കണ്ടിരുന്ന് കാണേണ്ടതുണ്ട്. ശരി, നന്ദി ശ്രീ ജേക്കബ് ജോർജ് പ്രതികരിച്ചതിന്. തുഷാർ വെള്ളാപ്പള്ളി തൃശ്ശൂരിലെ NDA സ്ഥാനാർത്ഥിയാവുകയാണ്. അച്ഛന്റെ അനുഗ്രഹത്തോടു കൂടി തന്നെയാണ് മത്സരത്തിന് ഇറങ്ങാൻ പോകുന്നത്. രാജിവെക്കാനുള്ള സാധ്യതകൾ ഇല്ല എന്ന് തന്നെയാണ് തുഷാർ വെള്ളാപ്പള്ളിയും ആവർത്തിച്ച് പറയുന്നത്. വിശദാംശങ്ങളാണ് VV വിനോദ് ആലപ്പുഴയിൽ നിന്നും നൽകിയത്. BDJS വിടാൻ വൈസ് പ്രസിഡന്റ് അക്കീരമൺ കാളിദാസ ഭട്ടതിരിപ്പാടിന്റെ തീരുമാനം. പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളിയുമായുള്ള അഭിപ്രായ ഭിന്നതയാണ് കാരണം. ഇത്തവണ അക്കീരമണിനെ BDJS മത്സരിക്കാൻ പരിഗണിച്ചിരുന്നില്ല. യോഗക്ഷേമ സഭ മുൻ സംസ്ഥാന പ്രസിഡന്റായ അക്കീരമൺ 3 മാസമായി BDJS-ന്റെ സജീവ പ്രവർത്തനത്തിൽ ഉണ്ടായിരുന്നില്ല. പാർട്ടി അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളിയുമായുള്ള അഭിപ്രായ വ്യത്യാസമാണ് നിസ്സഹകരണത്തിലേക്ക് നയിച്ചത്. ഹൈന്ദവ ഐക്യത്തിനുള്ള നടപടികൾ പാർട്ടിയിലില്ലെന്ന് അക്കീരമൺ ആരോപിച്ചു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ BDJS പ്രസ്ഥാനവുമായി വളരെ അടുത്ത് നിന്ന വ്യക്തിയാണ്. ആ നിലപാടുകൾ ഉറച്ചു നിൽക്കണം എന്നുള്ള ആശയമുണ്ട്. അതുപോലെ തന്നെ ദേശീയ ജനാധിപത്യ മുന്നണി അതിന്റെ കാഴ്ചപ്പാടുകൾ നമുക്കൊരിക്കലും അതിനകത്തൊന്നും നമ്മൾ പിന്മാറ്റമൊന്നുമില്ല. അതിനകത്തൊന്നും പാർട്ടി വിടുകയാണെന്ന് പറഞ്ഞെങ്കിലും ഇതുവരെ രാജി നൽകിയിട്ടില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BDJS 5 സീറ്റുകൾ ലഭിച്ചിട്ടും അക്കീരമണിനെ പരിഗണിക്കാത്തതും പാർട്ടി വിടാൻ കാരണമെന്ന് സൂചനയുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവല്ലയിൽ 31,439 വോട്ട് നേടിയിരുന്നു. തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന ചൂഴാൽ നിർമ്മലിന്റെ നേതൃത്വത്തിൽ പുതിയ പാർട്ടി രൂപീകരിച്ചതിന് പിന്നാലെയാണ് അക്കീരമണും BDJS വിടുന്നത്. ന്യൂസ് 18 ആലപ്പുഴ.
ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടാം മണ്ഡലത്തിൽ മത്സരിക്കുന്നതിൽ രാഹുൽ ഗാന്ധി ഇന്ന് തീരുമാനമെടുത്തേക്കും. വയനാടും കർണാടകത്തിലെ ഒരു മണ്ഡലവും പരിഗണനയിലുണ്ടെന്നാണ് ദേശീയ നേതാക്കൾ നൽകുന്ന സൂചന. രാഹുൽ തീരുമാനത്തിലെത്തിയാൽ വടകരയിൽ കെ മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വവും പ്രഖ്യാപിച്ചേക്കും. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ രണ്ടാം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിത്വത്തിൽ തീരുമാനമാകാത്തതാണ് അനിശ്ചിതാവസ്ഥയ്ക്ക് കാരണം. പ്രഖ്യാപനം നീളുന്നതിൽ അതൃപ്തി ശക്തമാകുകയും നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിനുള്ള സമയം ആരംഭിക്കുകയും ചെയ്തതിനാൽ തീരുമാനം ഇന്നുണ്ടായേക്കുമെന്നാണ് പ്രതീക്ഷ. ഡൽഹിയിലുള്ള രാഹുൽ നേതാക്കളിൽ നിന്നും വിവരങ്ങൾ ആരായുന്നുണ്ട്. രണ്ടാം മണ്ഡലത്തിൽ മത്സരിക്കണമോ, മത്സരിക്കുന്നെങ്കിൽ എവിടെ എന്നീ ചോദ്യങ്ങളാണ് രാഹുലിന് മുന്നിൽ. രണ്ടാം മണ്ഡല ആവശ്യവുമായി മുന്നിലുള്ളത് കേരളവും കർണാടകയുമാണ്. കർണാടകയിലെ റായ്ചൂരും ചിക്കോടിയുമാണ് ഉയർന്നു കേൾക്കുന്ന മണ്ഡലങ്ങൾ. BJPക്ക് സ്വാധീനമുള്ള വടക്കൻ കർണാടകയിൽ കോൺഗ്രസിന് 3 സിറ്റിംഗ് സീറ്റാണുള്ളത്. ഇവിടെ രാഹുൽ മത്സരിച്ചാൽ BJPക്ക് കനത്ത വെല്ലുവിളി ഉയർത്താൻ കഴിയുമെന്നാണ് മല്ലികാർജുന ഖാർഗെ അടക്കമുള്ള നേതാക്കളുടെ വാദം. എന്നാൽ അമേഠിയിൽ ആശങ്ക ഉള്ളതിനാൽ BJPയുമായി നേരിട്ട് ഏറ്റുമുട്ടൽ ഇല്ലാത്ത മണ്ഡലമായ വയനാട് തെരഞ്ഞെടുക്കുന്നതായിരിക്കും ഉചിതമെന്ന് കേരള നേതാക്കളും പറയുന്നു. നേരത്തെ സോണിയാഗാന്ധി ബല്ലാരിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതുപോലെ അവസാന ദിവസം പ്രഖ്യാപിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. വടകരയിൽ മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വം ഉറപ്പാണെന്നും പ്രഖ്യാപനം നീളുന്നതിൽ ആശങ്ക വേണ്ടെന്നും നേതാക്കൾ പറയുന്നു. ന്യൂസ് 18 ഡൽഹി. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് പെട്ടെന്ന് തീരുമാനമുണ്ടാക്കണമെന്ന ആവശ്യവുമായി വയനാട് കോൺഗ്രസ് നേതൃത്വം. ഇതുവരെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച വ്യക്തമായ സൂചനകളൊന്നും ലഭിച്ചിട്ടില്ലെന്ന് DCC പ്രസിഡന്റ് IC ബാലകൃഷ്ണൻ പറഞ്ഞു. രാഹുൽ സ്ഥാനാർത്ഥിയാണ് എന്ന രീതിയിലാണ് ജില്ലയിൽ UDF പ്രചരണം തുടരുന്നത്. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വ വാർത്തകൾ വഴി വയനാട് ദേശീയ ശ്രദ്ധ നേടിയതിന്റെ ആവേശത്തിലാണ് മണ്ഡലത്തിലെ UDF നേതാക്കൾ. എന്നാൽ സ്ഥാനാർത്ഥി നിർണയം വൈകുന്നതിൽ UDFൽ ആശങ്കയുണ്ട്. വ്യക്തമായ സൂചനകൾ ഒന്നും തന്നെ കോൺഗ്രസ് ജില്ലാ നേതൃത്വത്തിന് ലഭിച്ചിട്ടുമില്ല. രാഹുൽജി വയനാട്ടിൽ മത്സരിക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. ഞങ്ങൾ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് നിൽക്കുന്നത്. എന്നാൽ പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ് കേരളത്തിലെ മുതിർന്ന നേതാക്കൾ. സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച് ഇന്നൊരു അന്തിമ തീരുമാനം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളെല്ലാവരും. വയനാട്ടിൽ താൻ സ്ഥാനാർത്ഥിയാകും എന്ന തരത്തിൽ വന്ന മാധ്യമ വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് T സിദ്ദിഖ് വ്യക്തമാക്കി. ആ പത്രത്തിൽ പറഞ്ഞ് ഞാൻ ഇന്ന് നോമിനേഷൻ കൊടുക്കുമെന്ന് വരെ പറഞ്ഞിരിക്കുക. ഞാൻ സംസാരിച്ചില്ല, അങ്ങനത്തെ ഒരാളെ ഞാൻ കണ്ടിട്ടുമില്ല. സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ധാരണയായില്ലെങ്കിലും എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും UDF കൺവെൻഷനുകൾ പൂർത്തിയായി. മനു ഭരത്, ന്യൂസ് 18 വയനാട്. സർവീസിൽ തുടർന്നിരുന്നെങ്കിൽ 2 മന്ത്രിമാർ കൂടി രാജിവെക്കേണ്ടി വരുമായിരുന്നെന്ന് മുൻ DGP ജേക്കബ് തോമസ്. രാജി സർക്കാരിന് അംഗീകരിക്കാതിരിക്കാനാകില്ലെന്നും ചാലക്കുടിയിൽ നിന്ന് മത്സരിക്കുമെന്നും ജേക്കബ് തോമസ് പറഞ്ഞു. സാധാരണ വില്ലേജ് ഓഫീസിൽ ചെന്നാലോ, പോലീസ് സ്റ്റേഷനിൽ ചെന്നാലോ, പഞ്ചായത്ത് ഓഫീസിൽ ചെന്നാലോ, മുനിസിപ്പാലിറ്റി ഓഫീസിൽ ചെന്നാലോ, റേഷൻ കടയിൽ പോയാലോ അഴിമതി ഇല്ല എന്ന് നമുക്ക് കണ്ടു ബോധിക്കണം. അതാണ് ആ നയം. അത് 2016 പ്രഖ്യാപിച്ചതാണ്. ആ നയം പ്രഖ്യാപിച്ചതിന് ശേഷം നയം പ്രഖ്യാപിച്ചതിന് ശേഷം അത് നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ ബന്ധപ്പെട്ട മന്ത്രിയും ബാക്കി ഉദ്യോഗസ്ഥരുമായിട്ട് ഒരു ടീമായിട്ട് ഞങ്ങൾ വർക്ക് ചെയ്തു. ഞാനൊരു 3 മാസം കൂടെ ജോലി ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ 2 മന്ത്രിമാരും കൂടി രാജിവെക്കേണ്ട അവസ്ഥ ഉണ്ടാകുമായിരുന്നു. സർവീസിൽ തുടർന്നിരുന്നെങ്കിൽ 2 മന്ത്രിമാർ കൂടി രാജിവെക്കേണ്ടി വരുമായിരുന്നു എന്ന് പറഞ്ഞ ജേക്കബ് തോമസ് ചാലക്കുടിയിൽ മത്സരിക്കുമെന്ന സൂചനയും നൽകി. രാജി സർക്കാർ അംഗീകരിച്ചാലല്ലേ മത്സരിക്കാനാവൂ എന്ന ചോദ്യത്തോടുള്ള പ്രതികരണം ഇങ്ങനെ. അപ്പോൾ 30 വർഷം ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രൊഡക്റ്റീവ് പീരീഡ് കഴിഞ്ഞു. ഇനിയും 30 വർഷം കഴിഞ്ഞും ഇദ്ദേഹം ജോലി ചെയ്യണമെന്ന് നിർബന്ധിക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ വേറെ എന്തോ ദുരുദ്ദേശമുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ മാർച്ച് 31-ാം തീയതി എനിക്ക് 60 വയസ്സ് തികഞ്ഞിരുന്നെങ്കിൽ ഇദ്ദേഹത്തിനെതിരെ സസ്പെൻഷനുണ്ട്, അന്വേഷണമുണ്ട്. അതുകൊണ്ട് ഇദ്ദേഹം 60 വയസ്സായാലും റിട്ടയർ ചെയ്യാൻ സമ്മതിക്കത്തില്ല എന്ന് തീരുമാനമെടുക്കാൻ പറ്റുമോ? പക്ഷേ അച്ചടക്ക നടപടി പൂർത്തിയായിട്ടില്ല. അതുകൊണ്ട് അച്ചടക്ക നടപടി പൂർത്തിയാകാത്തത് കൊണ്ട് ഇയാളുടെ വിരമിക്കൽ തീയതി നീട്ടുമോ? രാജി അംഗീകരിക്കാതിരിക്കാനാകില്ല. കാലതാമസം ഉണ്ടാക്കിയാൽ അത് എന്തിനെന്ന് ജനത്തിനറിയാം. കോടികൾ മുടക്കിയുള്ള പ്രചരണത്തിനില്ല. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിരവധി മണ്ഡലങ്ങളിൽ സമാന നിലപാടുള്ളവർ മത്സരിക്കുമെന്നും ജേക്കബ് തോമസ് പറഞ്ഞു. CN പ്രകാശ്, ന്യൂസ് 18 കൊച്ചി. ഇന്ത്യയുടെ വിജയക്കുതിപ്പ്. ഉപഗ്രഹങ്ങളെ വരെ തകർക്കാനുള്ള മിസൈൽ പരീക്ഷിച്ച് ഇന്ത്യ ബഹിരാകാശ സൂപ്പർ ലീഗിൽ. ബഹിരാകാശത്ത് സഞ്ചരിച്ചുകൊണ്ടിരുന്ന ഉപഗ്രഹത്തെ മിസൈൽ കൊണ്ട് തകർത്ത പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അറിയിച്ചു. ചൈനയ്ക്കും അമേരിക്കയ്ക്കും റഷ്യയ്ക്കും പിന്നാലെ ഈ സാങ്കേതിക വിദ്യ സ്വന്തമാക്കുന്ന 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ.
ശത്രുരാജ്യം ഇന്ത്യയെ നിരീക്ഷിക്കുന്നെന്ന് തോന്നിയാൽ നിമിഷനേരം കൊണ്ട് ആ ഉപഗ്രഹത്തെ തകർക്കാൻ കഴിയുന്നതാണ് മിഷൻ ശക്തി മിസൈൽ സംവിധാനം. ബഹിരാകാശത്ത് സഞ്ചരിച്ചുകൊണ്ടിരുന്ന ഉപഗ്രഹത്തെ തകർത്താണ് ഇന്ത്യ നേട്ടം കൈവരിച്ചതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. अंतरिक्ष में 300 किलोमीटर दूर में एक लाइव सैटेलाइट को मार गिराया है. ചൈന, അമേരിക്ക, റഷ്യ എന്നീ രാജ്യങ്ങൾക്ക് മാത്രമാണ് നിലവിൽ ഈ സംവിധാനമുള്ളത്. भारत चौथा देश है जिसने आज यह सिद्धि प्राप्त की है. നീണ്ട വർഷങ്ങളുടെ ഗവേഷണ ഫലമായാണ് ശാസ്ത്രജ്ഞർ ഇത് വികസിപ്പിച്ചെടുത്തത്. പ്രതിരോധ ആവശ്യങ്ങൾക്ക് മാത്രമായിരിക്കും മിഷൻ ശക്തി ഉപയോഗിക്കുകയെന്നും പ്രധാനമന്ത്രി. भारत की सुरक्षा की दृष्टि से और भारत की विकास यात्रा की दृष्टि से देश को एक नई मजबूती देगा. ബഹിരാകാശ ഗവേഷണ രംഗത്തും സൈനിക ശക്തിയിലും ഒരുപോലെയുള്ള കുതിച്ചുചാട്ടമാണ് മിഷൻ ശക്തി എന്നാണ് വിലയിരുത്തൽ. 3 മിനിറ്റ് കൊണ്ടാണ് ദൗത്യം പൂർത്തിയാക്കിയത്. എം ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18, ഡൽഹി. മിഷൻ ശക്തി പ്രഖ്യാപനത്തിനായി പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്തത് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമെന്നാരോപിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പ്രതിപക്ഷ പാർട്ടികളുടെ പരാതി. DRDOയെ അഭിനന്ദിച്ച കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിക്ക് ലോക നാടക ദിനാശംസകൾ നേർന്നു. നേട്ടത്തിന്റെ ക്രെഡിറ്റ് സ്വന്തമാക്കാൻ കോൺഗ്രസ് നുണകൾ ആവർത്തിക്കുകയാണെന്ന് BJP ആരോപിച്ചു. രാവിലെ കേന്ദ്രമന്ത്രിസഭയുടെ സുരക്ഷാ കാര്യങ്ങൾക്കുള്ള സമിതി യോഗത്തിന് ശേഷമായിരുന്നു സുപ്രധാന സന്ദേശം പങ്കുവയ്ക്കാൻ 11:45 രാജ്യത്തെ അഭിസംബോധന ചെയ്യുമെന്ന പ്രധാനമന്ത്രിയുടെ സന്ദേശം. പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട എന്തോ പ്രഖ്യാപനം, രാജ്യസുരക്ഷയിൽ നിർണായക നീക്കം, കോൺഗ്രസിന്റെ ന്യായ് പദ്ധതിയെ മറികടക്കാനുള്ള പ്രഖ്യാപനം തുടങ്ങി നിരവധി ഊഹാപോഹങ്ങൾ രാഷ്ട്രീയ മാധ്യമ കേന്ദ്രങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും പ്രചരിച്ചു. എന്നാൽ 12:25 തുടങ്ങിയ മിഷൻ ശക്തിയെപ്പറ്റിയുള്ള മോഡിയുടെ അഭിസംബോധന പൂർത്തിയായപ്പോഴേക്കും പെരുമാറ്റച്ചട്ടം ലംഘിച്ചാണ് പ്രഖ്യാപനമെന്ന ആരോപണവുമായി പ്രതിപക്ഷം രംഗത്തെത്തി. DRDO ശാസ്ത്രജ്ഞരുടെ നേട്ടത്തെ അഭിനന്ദിച്ച കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ലോക നാടക ദിന ആശംസകൾ നേർന്ന് പ്രധാനമന്ത്രിയെ പരിഹസിച്ചു. 2012 UPA കാലത്ത് തന്നെ ഇന്ത്യക്ക് കൈവന്ന ശേഷിയാണ് ഇപ്പോൾ പരീക്ഷിച്ചതെന്നാണ് കോൺഗ്രസ് വാദം. പ്രധാനമന്ത്രി തന്നെ സ്ഥാനാർത്ഥിയായിരിക്കെ അഭിസംബോധന ചട്ടലംഘനമാണെന്ന് CPM-ഉം തൃണമൂൽ കോൺഗ്രസും തിരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചു. ശാസ്ത്ര നേട്ടത്തിൽ രാഷ്ട്രീയ ലാഭമുണ്ടാക്കാനുള്ള മോഡിയുടെ ശ്രമം കമ്മീഷൻ തടയണമെന്ന് മായാവതി ആവശ്യപ്പെട്ടു. എന്നാൽ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പെരുമാറ്റച്ചട്ടത്തിന്റെ പരിഗണനയിൽ വരില്ലെന്നാണ് BJPയുടെ വിശദീകരണം. പ്രധാനമന്ത്രിയുടെ രാഷ്ട്രീയ ഇച്ഛാശക്തി കാരണമാണ് പരീക്ഷണം നടത്താൻ കഴിഞ്ഞതെന്നും BJP. हमारे अपने लिए एक ताकत बढ़ेगी क्योंकि ये डेटरेंट होगा और मुझे लगता है कि इट्स अ मॉन्यूमेंटल स्टेप फॉरवर्ड एज फार एज इंडिया इज कंसर्न. ഭൂമി മുതൽ ബഹിരാകാശം വരെ നേട്ടമുണ്ടാക്കാൻ മോഡി ഭരണത്തിൽ കഴിഞ്ഞുവെന്ന പ്രചാരണം തിരഞ്ഞെടുപ്പിൽ ശക്തമാക്കാനാണ് BJP നീക്കം. ന്യൂസ് 18, ഡൽഹി. മിഷൻ ശക്തി ഇന്ത്യയുടെ ബഹിരാകാശ രംഗത്തെ മികച്ച നേട്ടമെന്ന് ISRO മുൻ ചെയർമാൻ G. മാധവൻ നായർ. ബഹിരാകാശ വെല്ലുവിളികളെ നേരിടാനുള്ള ശക്തി ഇന്ത്യ കൈവരിച്ചതായും മാധവൻ നായർ പറഞ്ഞു. പാവപ്പെട്ടവർക്ക് പ്രതിവർഷം 72,000 രൂപ നൽകുമെന്ന് കോൺഗ്രസിന്റെ വാഗ്ദാനം നടപ്പാക്കാൻ കഴിയുന്നതാണെന്ന് മുൻ ധനമന്ത്രി P. ചിദംബരം. ലോകത്തെ പ്രമുഖരായ സാമ്പത്തിക വിദഗ്ധരുമായി ചർച്ച ചെയ്താണ് പദ്ധതി തയ്യാറാക്കിയത്. കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനത്തെ വിമർശിച്ചതിന് നീതി ആയോഗ് ഉപാധ്യക്ഷന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയച്ചു. നടിയെ ആക്രമിച്ച കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ദിലീപ് വീണ്ടും ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചു. ഹർജി തീർപ്പാകുന്നതുവരെ CBI പ്രത്യേക കോടതിയിൽ നടക്കുന്ന വിചാരണ നിർത്തിവെക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. പോലീസ് അന്വേഷണത്തിൽ ഗൂഢാലോചനയുണ്ടെന്നും തെറ്റായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് തന്നെ പ്രതി ചേർത്തതെന്നും ദിലീപ് ഹർജിയിൽ ആരോപിക്കുന്നു. കുറ്റകൃത്യത്തിൽ പങ്കോ അറിവോ ഇല്ല. ആദ്യ കുറ്റപത്രത്തിന് കടകവിരുദ്ധമായി അന്വേഷണ സംഘം വീണ്ടും കുറ്റപത്രം സമർപ്പിച്ചതായും ദിലീപ് ആരോപിക്കുന്നു. CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ദിലീപിന്റെ ഹർജി നേരത്തെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തള്ളിയിരുന്നു. വെന്തുരുകി കേരളം. സംസ്ഥാനത്ത് ഇതുവരെ 200-ലേറെ പേർക്ക് സൂര്യാതപമേറ്റെന്ന് ആരോഗ്യമന്ത്രി KK ശൈലജ. ചൂട് നേരിടുന്നതിനെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ DMOമാർക്കും ഡോക്ടർമാർക്കും നൽകിയിട്ടുണ്ട്. നിർദ്ദേശങ്ങൾ അനുസരിക്കാൻ ജനങ്ങൾ തയ്യാറാകണമെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. അടുത്ത 5 ദിവസം കൂടി സംസ്ഥാനത്ത് കടുത്ത ചൂട് തുടരും. കൊടും ചൂടിന്റെയും വരൾച്ചയുടെയും പശ്ചാത്തലത്തിൽ 3 സമിതികൾ രൂപീകരിക്കാൻ ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ തീരുമാനം.
പകർച്ചവ്യാധി പ്രതിരോധം, വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങുന്നത് പരിശോധിക്കുക, കുടിവെള്ള ലഭ്യത ഉറപ്പാക്കുക എന്നിവയാണ് സമിതിയുടെ ചുമതല. എല്ലാ പഞ്ചായത്തുകളിലും കുടിവെള്ളം എത്തുന്നുവെന്നത് കളക്ടർമാർ ഉറപ്പാക്കണമെന്ന നിർദ്ദേശവും യോഗം നൽകി. വിശദാംശങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണൻ ചേരുകയാണ്. ഉമേഷ്, എന്തൊക്കെയാണ് ഉന്നതതല യോഗ തീരുമാനങ്ങൾ? ചീഫ് സെക്രട്ടറി അധ്യക്ഷതയിൽ വിവിധ വകുപ്പുതല സെക്രട്ടറിമാരും ചേർന്നാണ് യോഗം നടത്തിയത്. ജില്ലാ കളക്ടർമാരെ വീഡിയോ കോൺഫറൻസ് വഴിയും യോഗത്തിന്റെ വിവരങ്ങൾ അറിയിച്ചു. 3 സമിതികൾ രൂപീകരിച്ച് പ്രവർത്തിക്കാനാണ് യോഗത്തിന്റെ പ്രധാന തീരുമാനം. പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ, വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങുന്നത് നേരിടുക, കുടിവെള്ള ലഭ്യത ഉറപ്പുവരുത്തുക എന്നിവയാണ് ഈ 3 സമിതികളുടെയും പരിഗണനാ വിഷയങ്ങൾ. കുടിവെള്ളം എത്തിക്കാനും വരൾച്ച നേരിടാനും അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ ജില്ലാ കളക്ടർമാരെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം ഇന്നും സംസ്ഥാനത്ത് വലിയ അളവിൽ തന്നെ സംസ്ഥാനത്ത് വിവിധ ഭാഗങ്ങളിൽ ചൂട് അനുഭവപ്പെട്ടു. പാലക്കാട് തുടർച്ചയായ 3-ാം ദിവസവും 41 ഡിഗ്രിയിലെത്തി. ചൂട് 41 ഡിഗ്രിയിലെത്തി. ഇനി ഒരാഴ്ച ഇതേ നിലയിൽ ചൂട് തുടരും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന പ്രാഥമിക മുന്നറിയിപ്പ്. കൊല്ലം, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട് ജില്ലകളിലായിരിക്കും ഈ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുക. ദിവ്യ. ഉമേഷ് ബാലകൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ തെരഞ്ഞെടുപ്പ് വാർത്തകൾ. ബോളിവുഡ് താരം ഊർമിള മതോൻകർ കോൺഗ്രസിൽ. രാഹുൽ ഗാന്ധിയിൽ നിന്നും അംഗത്വം സ്വീകരിച്ചു. മുംബൈ നോർത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായേക്കും. വ്യക്തി സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്ന കാലത്ത് എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന രാഹുലിനെ പോലെയുള്ള നേതാവിനെയാണ് രാജ്യത്തിന് ആവശ്യമെന്ന് ഊർമിള പറഞ്ഞു. സമത്വത്തിലൂന്നിയുള്ള പ്രത്യയശാസ്ത്രമാണ് കോൺഗ്രസിലേക്ക് തന്നെ ആകർഷിച്ചതെന്നും ഊർമിള വ്യക്തമാക്കി. सबका आभार प्रकट करना चाहती हूँ कि आज आप मेरे सामने कहीं ना कहीं मुझे एनकरेज करने के लिए यहाँ आए हैं, ऐसा मैं समझती हूँ. आज मेरे लिए महत्वपूर्ण दिन है क्योंकि मैं आज सक्रिय राजनीति में अपना पहला कदम रखने जा रही हूँ. सक्रिय राजनीति कहने का वजह ये है क्योंकि मैं एक ऐसे परिवार से